സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ആയിട്ട് ഞങ്ങൾ കുരിശുമലയിലോട്ട് പോകാം. അപ്പം രാത്രിയാണ് പോകുന്നത്. അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും രാവിലെ ആവും. അപ്പം അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഇത് എൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്ന സുനിലാണ്. ഞാനവനെ ഫുഡ് കഴിച്ചില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ പോകും. അവന്മാർ അവിടെ നിൽപ്പുണ്ട്. അവന്മാരിപ്പോൾ വരും. ഞങ്ങളിപ്പോൾ പോകാൻ പോവാണ്. ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ കാറിൽ കയറി പോകാൻ പോകണം. ഇത് ശ്രീകുട്ടൻ, അത് കണ്ണൻ, സുന്ദരൻ. അങ്ങനെ ഇനി ബാക്കി ഇനി പോണ വഴിക്ക് കാണാം. എന്തോന്നു ഞങ്ങളിപ്പോൾ എവിടെയോ എന്താ നെടുമങ്ങാടത്തറയെന്ന് തോന്നുന്നു. ഇവിടുത്തെ അടുത്ത് കണ്ടോ ആനയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനകത്ത് തണുത്ത വെള്ളമാണ് കിട്ടുന്നത്. ഹായ് അണിയറ. വണ്ടി ഒന്ന് കഴുകണം. അങ്ങനെ എല്ലായിടത്തും തണുത്ത വെള്ളം. ഉച്ചക്കൊക്കെ വന്ന് ഓരോ കുപ്പിയായിട്ട് വന്നാൽ മതി. തണുത്തുള്ളത് 20 രൂപ ലാഭിക്കുക. അതെ നമ്മളിപ്പോൾ 20 രൂപ ലാഭിച്ചു ഗൈസ്. ഞാൻ ചെരുപ്പിട്ടിട്ടില്ല, സോക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. ഇവിടെ കുരിശുമല എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഗൈസ്, അതും രാവിലെ 2 മണിക്ക്. അപ്പൊ ആ ഒരു ഗാംഭീര്യത നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ? നേരെ കുറച്ച് ചേർച്ച് എന്നാ ഒരു വ്ളോഗിനുള്ള കേസ് കൂടെ ആയിരുന്നു. ഞാൻ ഷൂട്ടില്ല. ഒത്തിരിയുണ്ട്. എല്ലാം എടുക്കും ഞാൻ, എല്ലാം എടുക്കും. സമയം ഇപ്പം ഏകദേശം 2:00 എത്ര മണിയായി? 2:40 കണ്ടാവാറായി. ഞങ്ങൾ കണ്ട് ഇവിടെ എത്തി. ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ഛർദിച്ച് നിങ്ങളെ കണ്ട് കാണും. പിന്നെ എനിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനാണ് വണ്ടി ഓടിച്ചത്. വണ്ടി ഇനി ആണ്ടേ കുരിശുമലയിലോട്ട് പോകാൻ പോകണം. ഇനി കയറും നമ്മൾ. നമ്മുടെ അനുഗ്രഹീത ഗായിക ശ്രീമതി നിത്യ. ഈ മേളിലോട്ട് കയറി പോണോ? നമ്മളിപ്പോ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് കുറച്ചുള്ള മേളിലോട്ടുള്ളതാണ് കയറുന്നത്. ഇവിടെ നിന്ന് ഇനി ഏറ്റവും ടോപ്പ് കാണുന്നുണ്ട. ഇവിടെ നിന്ന് അങ്ങ് ഒരുപാട് കയറി പോണം, അങ്ങ് മേളിൽ പോണം. നല്ല ലോങ് ഉണ്ടത്. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുഴുവനും കയറ്റമാണ്. ഞങ്ങളിത് അവിടെ കുറച്ച് കയറിയപ്പോൾ തന്നെ
എല്ലാം തളർന്ന് ഞങ്ങള് കയറിയവരൊക്കെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് കൂടുതലും. തിരിച്ചങ്ങോട്ട് കയറാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 4 പേരുണ്ട്. ബാക്കി എല്ലാവരും തിരിച്ചിറങ്ങും. താണ്ടൊരു കപ്പൽ പോകണം, അവരുണ്ട്. തളർന്നായി, കുറച്ച് കയറിയതേ ഉള്ളൂ. ഞാൻ നല്ല വിയർത്ത്. ഇവിടെ ഓരോരുത്തന്മാര് വേണ്ട വയ്യാതെയൊക്കെ ഇരിക്കുന്നു. ഞാനും നല്ല തളർന്നാണ് നിൽക്കുന്നത്. ഒന്നും ആയിട്ടില്ല, ഇനിയും ഒരുപാട് കയറാറുണ്ട്, ഇനി നല്ല ലോങ് കയറാറുണ്ട്. നമ്മളിപ്പോൾ കയറി ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ സൂപ്പർ. ഇനി കയറാറുണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക്. കരയാണോ? കണ്ണീരും വിയർപ്പൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഞങ്ങളാണ്ട് ഇപ്പൊ ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് വെള്ളം മേടിച്ചു. ഒരു ബോട്ടിൽ 30 രൂപയാണ്. കാരണം ഒരു ബോട്ടിൽ 30 രൂപ. ഉയരവും വളവും കൂടുന്തോറും വെള്ളത്തിന്റെ വിലയും കൂടും. അതെ, കാരണം അത് കുഴപ്പമില്ല, കത്തിയൊന്നുമല്ല. 30 രൂപ ഫെയർ. കാണാൻ നല്ല കയറ്റത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ കട. അപ്പോൾ അവരതെല്ലാം ചുമന്നുകൊണ്ട് വരണ്ടേ. വണ്ടി കയറത്തില്ല ഇങ്ങോട്ട്, ബൈക്ക് കയറും. ഇനി ഒരുപാട് കയറാറുണ്ട്. ഇപ്പം എത്ര 20% കണ്ടേ ആയുള്ളൂ കുന്നിൻ്റെ. ഇവിടെ ഒരുത്തൻ വ്ളോഗർ സുന്ദരൻ വ്ളോഗ് ചെയ്യണമെന്നും പറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സുന്ദർ സമയം ലാഭിക്കാൻ വേണ്ടി നേരത്തെ വന്നിരിപ്പുണ്ട്. അതുണ്ടോ, ഞങ്ങൾ അത്രയും ദൂരത്തു നിന്നാണ് വന്നേക്കുന്നത്. ചില ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നല്ല ദൂരമുണ്ട്, കാണിച്ചു തരാം. അതുണ്ടോ, അത്രയും ദൂരമുണ്ട്. ഒരു കമ്പ് ഇപ്പം എടുത്തതുകൊണ്ട് അതിലാണ് കയറിപ്പോണത്. അവിടെ പോയി കയറിപ്പോയാ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കുറേ നടന്ന് വന്നിട്ട് റെസ്റ്റ് ചെയ്യുവാണ്. കണ്ണൻ തളർന്നു, അഭിജിത്ത് തളർന്നു, ശ്രീകുട്ടൻ കരയുന്നു. കാണാവന് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അതാണ്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടെ കയറിപ്പോണം. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അതായത് ഇതിന് അപ്പുറത്ത് കാളിമലയാണ്. അവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ മാതിരി ഇതേപോലെ നമ്മളെ പൈൻ മരങ്ങളാണ് ഒരുപാട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയ ഒരു പ്രത്യേക വൈവാണ്. പക്ഷെ നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിന്ന് കുരിശുമല മാത്രമേ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കുരിശുമല പോയിട്ട് നമുക്ക് നോക്കാം. ഒന്നും കാണാൻ പറ്റില്ല, രാത്രി ആയതുകൊണ്ട്. നമ്മളിത് അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു. ഒരു പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഏൽപ്പിച്ച് ഊക്കി വിട്ട്. സുന്ദരം പിന്നെ ധൈര്യമുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സൺറൈസ് കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. കാണല്ല പോണം. അയിലുണ്ട്, ഉറക്കത്തിലാണ് പറഞ്ഞത്. തിരിച്ചു പോകുകയാണ്. ഇറങ്ങുന്നു. ഒരുപാട് എപ്പോ താഴെ എത്തുമെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോ ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ കാണിയതാ പറ. ക്യാമറയിൽ എത്ര എഫക്റ്റീവ്, ഭയങ്കര കോട വരുന്നുണ്ടല്ലേ. നല്ല വ്യൂ ആണ്.
താഴത്തെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. എന്ത് അത് ഇപ്പുറത്തെ കേരള, അപ്പുറത്തെ കർണാടക. പക്ഷേ കർണാടക ഇത് തമിഴ്നാട് അല്ലേ? അതെങ്ങനെ അറിയാം? അങ്ങ് വരെ ഉണ്ട്, അങ്ങ് കിടപ്പുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് വന്ന് കാണും. ബൈ, സോറി. നേരത്തെ കണ്ട വ്യൂ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം. എന്താ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒക്കെ തന്ത്രപ്പാടുകളാണ്. ആ കാണുന്നില്ല, ഈ കാണുന്നതിൻ്റെ താഴെ ആണ് നമുക്കിനി ചെല്ലേണ്ടത്. നല്ല ലോങ് ഉണ്ട്. നമ്മളിപ്പം തേരി ഇറങ്ങി കുറച്ച് എന്താണ് കോൺക്രീറ്റ് ഒക്കെ ഇട്ട സ്ഥലത്ത് വന്നിരിക്കണം. നല്ല കാലുവേദന ഉണ്ട് എനിക്ക്. എന്തുവാ കയറ്റം ഇറങ്ങിയതിന് ശേഷം തുടങ്ങിയ ഇക്കിളാണിത്. ഇതുവരെയ്ക്കും തീർന്നില്ല. ഇക്കിളെടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്. താഴെ എത്തിയിട്ടുണ്ട്. അയ്യോ, നടക്കാൻ വയ്യ. ഇതാണ്ട നല്ല തിരക്കുണ്ട്. എന്റെ കാലൊക്കെ പോയി. ഇത് വെള്ളം സ്വീറ്റ് സ്ട്രീറ്റ് ആണ്. ഇവിടെ വെള്ളം നമുക്ക് വ്ളോഗ് ചെയ്യണതിന്റെ പേരിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഫുഡെല്ലാം വെച്ചേക്കുന്നു. ഫുഡല്ലല്ലോ, എന്തോ സ്ട്രീറ്റ് ഒക്കെയാണ്. നോക്കാം, നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ, സാമ്പിള്. ഇത് മേടിക്കുന്ന ആളാ? ഷുഗറാണ്. മേടിക്കുന്നോ? എന്തോ വേണം? അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. പച്ച അലുവ, സുന്ദർജി. ഇവിടെ ഫുള്ള് ഫുഡ് സ്ട്രീറ്റ് ആണ്. അവിടെ ടിന്നിലൊക്കെ അലുവയൊക്കെ വെച്ചേക്കുന്നു. ഇത് ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി അടിക്കത്തില്ലേ? വേണോ മാമാ? വേണം. നല്ല ഷുഗറാണ് ഈ സാധനം. ആ ഒരു സാധനമാണ് ഇവിടെ നിന്ന് ഇപ്പം ട്രൈ ചെയ്തത്. എൻ്റെ 40% കരിമ്പ് കൊടുക്കുന്നുണ്ട്. കരിമ്പ കൊടുക്കുന്നു. വേറെന്തുണ്ട്? ടോയ്സ്. ഇത് അടുപ്പാണ്. അതിനകത്ത് സാധനം കിടക്കണം. അതിനകത്ത് എവിടെ എടാ ഫുഡ് കഴിക്കാനുള്ളത്? ഫുഡ് കഴിക്കാം. പിന്നെ ഇവിടുന്ന് കാണാനൊന്നുമില്ല. നമ്മളതിന് തിരിച്ചു പോകണം. കാറിന്റെ അടുത്തോട്ട് പോകണം. വണ്ടിയുടെ അടുത്തെത്തി ഗായ്സ്, വണ്ടിയുടെ അടുത്തെത്തി. അയ്യോ, അതിനകത്തൊരാള് ചത്ത് കിടപ്പുണ്ട്. നമ്മളവിടെ വരാതെ കാണിച്ചു തരാം. കാറിൽ കയറിയിട്ടുണ്ട്. സുന്ദര, അവസ്ഥ ട്രിപ്പ് സൂപ്പർ ആയിരുന്നു. എന്താണ് നിന്റെ എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു. പക്ഷേ കയറ്റം ഇറക്കുമായപ്പം നമ്മള് നല്ല ഫുഡ് കഴിച്ചത്, ടയേർഡ് എല്ലാം കൂടെ. ഫുഡ് കഴിച്ചില്ല ഓൾറെഡി നമ്മൾ. ഞാൻ പറഞ്ഞു തരുന്നില്ല. നല്ലതായിരുന്നു. ഓക്കെ, ഇത് ഈ ദിവസം വൈകുന്നേരമാണ്. ഇപ്പം 7 മണിയൊക്കെ ആയി. ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അഭിജിത്തിന് വണ്ടി ഓട്ടിക്കാൻ ഉറക്കം വന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും പിന്നെ ഞാനും റെഡിയായി. എനിക്കും കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞാണ് വന്നത്. പിന്നെ ഞാൻ വണ്ടി ഓടിച്ച് എത്തി. പിന്നെ ഒരു എത്ര മണി, ഒരു 9 മണിയൊക്കെ 9:15 ആയി വീട്ടിൽ എത്തിയപ്പം. പിന്നെ അപ്പം കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ ഒരു 6-6:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. പിന്നെ കുളിച്ച് റെഡിയായി ഞാൻ ഇപ്പം കടയിലോട്ട് വന്നു.
ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.